ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നല്ല അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഈവനിങ് സ്നാക്ക് ഇന്ന് നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കാതെ ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഈ അടിപൊളി ടേസ്റ്റിയായുള്ള പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിനു വേണ്ടി ഒരു ബോൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വറുത്ത അരിപ്പൊടിയോ വറക്കാത്ത അരിപ്പൊടിയോ ചേർക്കാം. അതുപോലെ തന്നെ അതിനകത്തേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ വറുത്ത റവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്കിനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ഏകദേശം നന്നായി തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പലഹാരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്തു വയ്ക്കാം. ഞാനിവിടെ ഒരു 750 ഗ്രാം ശർക്കര പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു ശർക്കര പാനിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിനകത്തേക്ക് ഒരു 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിലും ഇതിനകത്ത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ എല്ലാവരും ഒന്ന് ഓർത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ അരിച്ചിവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ട് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് ചൂടാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പഴവും അതിൻ്റെ ആ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1.5 റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. ആ റോബസ്റ്റ പഴം ചെറുതായിട്ട് പിച്ച് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂണ് നമ്മുടെ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് കൂടെ തന്നെ 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ശർക്കര പാനിയിൽ നിന്ന് കുറച്ചൊഴിച്ച് ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ ഇവിടെ നന്നായിട്ട് അരച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പൊടിയുടെ മിക്സിലേക്ക് ചെറുതായിട്ട് ചൂടാറിയ നമ്മുടെ ശർക്കര പാനി കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ശർക്കരപ്പാനി കുറേശ്ശെ തന്നെ ഒഴിച്ചു കൊടുത്ത് വളരെ സ്ലോ ആയിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഇപ്പോൾ ശർക്കരപ്പാനിയും ആ മാവും ഒക്കെ ഒന്ന് നന്നായിട്ട് ഇവിടെ മിക്സാക്കി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ആ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ ആ ഒരു മിക്സും കൂടി ഇതിനകത്തേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പഴത്തിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സായി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വീണ്ടും ഒരു നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചിരുന്ന ആ കപ്പിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനി ഇവിടെ നന്നായിട്ട് മിക്സായി നല്ല നമുക്ക് ആ ഒരു വേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ ഇപ്പോൾ നമുക്കിതിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണ് താഴെ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിതിനെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതിനെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു ചെറിയ പാനിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്തും കുറച്ച് എള്ളും ചേർത്ത് കുറച്ച് നെയ്യിലൊന്ന് വറുത്ത് റെഡിയാക്കി എടുക്കാം. ആ വറുത്ത് റെഡിയാക്കിയത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സോൾട്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണത്. അപ്പോൾ സോൾട്ടും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഇവിടെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിന് തട്ടെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണയൊന്ന് നന്നായിട്ട് തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 തട്ടിൽ ഞാനിവിടെ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഈ തട്ടെടുത്ത് വെച്ച് കൊടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മളിതിനെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2 തട്ടിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം
നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. അങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ പലഹാരം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആവിയിൽ പുഴുങ്ങിയ പലഹാരം ഇവിടെ റെഡിയാകും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇനി ഈ അടുപ്പത്തൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ചൂടാറാനൊന്നും വയ്ക്കേണ്ട കേട്ടോ. ഇപ്പം തന്നെ ഇത് ഏകദേശം നമ്മുടെ ഇഡ്ഡലി തട്ടിൽ നിന്ന് വിട്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പം തന്നെ ഇത് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ആദ്യം ഒരു 7 എണ്ണം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 3 ബാച്ചായിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി കുറച്ച് മാവ് ഞാൻ എടുത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഞാനിപ്പോൾ ഉണ്ടാക്കുന്നില്ല. അപ്പം ഞാനിത് 3 ബാച്ച് ഇവിടെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ഒന്ന് ഓർത്തേക്കണേ. ഇത് നോക്കിയേ, നമ്മുടെ പലഹാരം നല്ല അടിപൊളി സൂപ്പർ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതേവരെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.